ഇസ്രയേലിന് നേരെയുള്ള ഇറാന്റെ ആക്രമണങ്ങളുടെ ഇമ്പാക്റ്റ് എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ ഈ ചിത്രം മാത്രം കണ്ടാൽ മതി. ഡോട്ട് മൈക്ക എന്നറിയപ്പെടുന്ന സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ സെന്റർ ആണിത്. ഇനി ഇവിടെ എന്തെങ്കിലും നശിക്കാൻ ബാക്കിയുണ്ടോ എന്നതാണ് ഒരുപക്ഷെ ഈ ചിത്രം കണ്ടാൽ നിങ്ങൾ ചോദിക്കുക. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഏറ്റവും അപകടകരമായ ഒരു ആക്രമണമാണ് ഇസ്രയേലിന് നേരെ ഉണ്ടായിരിക്കുന്നത്. ഇസ്രയേലിന്റെ പ്രധാനപ്പെട്ട നഗരങ്ങൾ, അവരുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ, ഇതിനു നേരെയൊക്കെയാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. അതുപോലെ സൈനിക ബേസുകൾക്ക് നേരെയും ആക്രമണമുണ്ടായി. പക്ഷെ കഴിഞ്ഞ ദിവസത്തിന്റെ ആക്രമണത്തിന്റെ പ്രത്യേകത നിങ്ങൾക്ക് കാണാം. ഇത് ടൈംസ് ഓഫ് ഇസ്രായേൽ ആണ്. ഹിസ്ബുല്ല ഫയർസ് 200 റോക്കറ്റ്സ് അറ്റ് നോർത്ത്, ഇറാൻ ലോഞ്ചസ് മിസൈൽസ് ഇൻ ഇൻട്രഗേറ്റഡ് ഓപ്പറേഷൻ. നോക്കൂ നിങ്ങൾ, കഴിഞ്ഞ ദിവസം നടന്ന ആക്രമണം ഹിസ്ബുല്ലയും ലെബനാനിലെ ഹിസ്ബുല്ലയും ഇറാനും തമ്മിൽ ഏകോപിച്ച ആക്രമണമായിരുന്നു. ഇവിടെ ആക്രമണം ഇസ്രായേലിനേറ്റു, അവിടെ തിരിച്ചടി ഉണ്ടായി എന്നതിലപ്പുറം ഇസ്രായേലിന്റെ ഏറ്റവും വലിയ ഒരു പരാജയത്തെക്കുറിച്ചാണ് ഈ ആക്രമണം സൂചിപ്പിക്കുന്നത്. ഇന്ന് ഇറാന്റെ റവല്യൂഷണറി ഗാർഡിന്റെ നേതാവ് കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു, കഴിഞ്ഞ ദിവസം രാത്രി നടന്ന ഇസ്രായേലിന് നേരെയുള്ള ആക്രമണം ഇറാനിന്റെ റവല്യൂഷണറി ഗാർഡും അതുപോലെ ഹിസ്ബുല്ലയും ചേർന്ന് നടത്തിയ ആക്രമണമാണ് എന്നാണ്. ഹിസ്ബുല്ലയും അതുപോലെ തന്നെ ഇറാനിന്റെ റവല്യൂഷണറി ഗാർഡും തമ്മിൽ നടത്തിയ ഈ നീക്കങ്ങൾ, ഈ രഹസ്യ നീക്കങ്ങൾ കണ്ടെത്താൻ സാധിച്ചില്ല. അവരെ കമ്മ്യൂണിക്കേഷൻ ചോർത്തിയെടുക്കാൻ ഇസ്രയേലിന്റെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് സാധിച്ചില്ല എന്നത് ഏറ്റവും വലിയ ഒരു പരാജയമായി തന്നെയാണ് ഇപ്പോൾ സൂചിപ്പിക്കുന്നത്. അതല്ല, ഇതിനാവശ്യമായ സംവിധാനങ്ങളെല്ലാം ഇറാൻ ഇസ്രായേലിൻ്റെത് തകർത്തിട്ടുണ്ടോ എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ ഉയർന്നു വരികയാണ്. എന്തായിരുന്നാലും ഇത്രയും വലിയ രൂപത്തിൽ 200 റോക്കറ്റുകൾ, 200 മിസൈലുകൾ ഉപയോഗിച്ച് ഹിസ്ബുല്ല ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുമ്പോൾ തീർച്ചയായും അതിനുവേണ്ട നീക്കങ്ങളെല്ലാം ഹിസ്ബുല്ല ഇസ്രായേലിന്റെ കണ്ണിന് താഴെയാണ് നടത്തിയത് എന്നതാണ് അത്ഭുതകരമായ കാര്യം. യഥാർത്ഥത്തിൽ ഹിസ്ബുല്ലയുടെ എല്ലാ ശക്തിയും ക്ഷയിച്ചു എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇസ്രായേലും അങ്ങനെയാണ് കരുതിയിരുന്നത്. എവിടെയെങ്കിലും അവർ തലവെക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ മിസൈൽ ആക്രമണം നടത്തി അവരെ ഇല്ലായ്മ ചെയ്യുക എന്നതായിരുന്നു ഇസ്രായേലിന്റെ ഇതുവരെയുള്ള പദ്ധതിയെങ്കിൽ ഹിസ്ബുല്ല യഥാർത്ഥത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു സിംഹമായിരുന്നു ഞങ്ങൾ എന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. വലിയ മലകൾക്കുള്ളിൽ ഉണ്ടാക്കി വെച്ച ബങ്കറുകൾക്ക് ഉള്ളിലായി നൂറുകണക്കിന് ആയിരക്കണക്കിന് മിസൈലുകൾ ഇപ്പോഴും വളരെ സേഫായി ഹിസ്ബുല്ല സജ്ജീകരിച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇത്രയും കൂടുതൽ 200 റോക്കറ്റുകൾ ഈ കലുഷിതമായ ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിന് നേരെ ഈ ലോഞ്ചറുകളെല്ലാം വിന്യസിക്കുന്ന സമയത്ത് ഇസ്രായേൽ എവിടെയായിരുന്നു എന്ന ചോദ്യം ഇവിടെ ഉയർന്നു വരികയാണ്. കാരണം ഇസ്രായേലിന്റെ തൊട്ടടുത്ത് ബോർഡറിൽ വെച്ചാണ് ഈ കാര്യങ്ങൾ നീക്കുന്നത് എന്നതാണ് അത്ഭുതകരമായ കാര്യം. എന്തായിരുന്നാലും ഇപ്പോൾ നടക്കുന്ന നീക്കങ്ങൾ ഹിസ്ബുല്ലയും അതുപോലെ തന്നെ ഇറാനിലെ റവല്യൂഷണറി ഗാർഡും ഒരുമിച്ച് നടത്തുന്ന ഏകീകരിച്ചുകൊണ്ടുള്ള ആക്രമണങ്ങളാണ് എന്നത് ഇസ്രായേലിന് വലിയ തലവേദന ഉണ്ടാക്കുന്ന കാര്യമാണ്. എന്നാൽ ഇപ്പോൾ യമനിലെ ഹൂത്തി യഹ്യ സരി അവരും ഇപ്പോൾ യുദ്ധം പ്രഖ്യാപിക്കുന്ന ഘട്ടങ്ങളിലേക്ക് എത്തുന്നു എന്ന് വാർത്ത വരുന്നു. എന്തായിരുന്നാലും ഇസ്രായേലിനെ പല ഭാഗത്തും ആക്രമണങ്ങളാൽ പൊതിയാൻ തന്നെയാണ് ഇറാന്റെ നീക്കം. ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുകയല്ല, അല്ലെങ്കിൽ യുദ്ധത്തിന്റെ ശക്തി കുറക്കുകയല്ല, ഇപ്പോൾ ഇതുവരെ ആക്രമിച്ച തലങ്ങളിൽ നിന്ന് മാറി ഇസ്രായേലിന്റെ സാമ്പത്തിക സ്രോതസ്സുകൾ അടിച്ചു തകർക്കാൻ അവരുടെ ഇൻഫ്രാസ്ട്രക്ചറുകൾ തന്നെയാണ് ഇപ്പോൾ ഹിസ്ബുല്ലയും അതുപോലെ തന്നെ ഇറാനും ലക്ഷ്യമിട്ടുകൊണ്ടിരിക്കുന്നത് എന്നത് ഈ കഴിഞ്ഞ ആക്രമണങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യമാണ്.